ദൈവവചനം വ്യക്തമായിട്ട് നമ്മളോട്, പ്രത്യേകിച്ച് പുതിയ നിയമ വിശ്വാസികളോട്, വി ആർ കോൾ ഫോർ സ്പിരിച്വൽ റെസ്പോൺസിബിലിറ്റി. നമുക്ക് ആത്മീയമായ ചില ഉത്തരവാദിത്വങ്ങളുണ്ട്. എന്താണെന്നറിയോ? ഒന്ന്, നിങ്ങളിവിടെ ഈ സ്റ്റേജിൽ നിന്നല്ല, എവിടെ പോയി ദൈവവചനം കേട്ടാലും വീട്ടിൽ പോയി പുസ്തകം തുറന്ന് അത് ഉള്ളത് തന്നെയോ ഒന്ന് പരിശോധിക്കണം. എത്ര പേർക്ക് അത് മനസ്സിലായി? ബെരോവയിലെ വിശ്വാസികൾ അപ്പോസ്തലന്മാർ പ്രസംഗിച്ചത് കേട്ടാലും വീട്ടിൽ പോയി തിരുവെഴുത്തുകളെ വെച്ച് ശോധന ചെയ്യും. ഇന്ന് നിങ്ങൾ ഇവിടെ കേട്ട ഏതെങ്കിലും പ്രസംഗം വീട്ടിൽ പോയി ഉള്ളത് തന്നെയോ ഒന്ന് നോക്കിയിട്ടുണ്ടോ? ഈ പറയുന്ന ഞാൻ നാളെ ഒന്ന് തിരിച്ച് പ്രസംഗിച്ചെന്നിരിക്കും, അന്ന് നിങ്ങൾ പോയി പരിശോധിച്ചിട്ട് പറയണം, അല്ലല്ലല്ല ഇങ്ങനല്ല, ഇത് ദൈവവചനമല്ല എന്ന് പറയണം. അടുത്തത് 1 യോഹന്നാൻ 4:1, രണ്ടാമത്തെ കാര്യം. 2 ഉത്തരവാദിത്തങ്ങൾ. ഒന്ന്, കേൾക്കുന്ന വചനം പോയി വചനം വെച്ച് ശോധന ചെയ്യണം. രണ്ടാമത്തെ കാര്യം, ആത്മാക്കളെ ശോധന ചെയ്യണം. എല്ലാം നമ്മളങ്ങ് വിഴുങ്ങരുത്. ഈ കേൾക്കുന്നത് അത് വചനത്തിലുള്ളതാണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യണം. 2, ഇത് എന്ത് ആത്മാവിലാണ് ഇത് പറയുന്നത്, അത് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അയ്യോ അതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ, അയ്യോ അതിനുള്ള കൃപയെന്ന് എനിക്ക്, അയ്യോ ഇതായി പ്രശ്നം. ഇങ്ങനെയുള്ളവർ സഭയെ പെരുകുന്തോറും എളുപ്പമായി പലർക്കും എന്തും വന്ന് പ്രസംഗിക്കാം, ഏതാത്മാവിലും വന്ന് ശുശ്രൂഷിക്കാം, എല്ലാം അതുപോലെ വിഴുങ്ങാൻ റെഡിയായിട്ട് വിശ്വാസികൾ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ടെസ്റ്റ് ദ സ്പിരിറ്റ്സ് എന്നുള്ളത് ഇറ്റ്സ് നോട്ട് ഓപ്ഷണൽ, ഇറ്റ്സ് എ കമാൻഡ്. എന്താണ്? അതൊരു കൽപ്പനയാണ്, അല്ലേ? ആത്മാക്കളെ വിവേചിക്കണം. ഏതാത്മാവിലാണ് ഇത് പറയുന്നത്, അല്ലേ? ഇനി ഒരു കാര്യം കൂടെ ഓർക്കണം, കൃപാവര ശുശ്രൂഷകൾ പ്രത്യേകിച്ച് എല്ലാം ഈ പറഞ്ഞ പോലെ ഒന്ന് ഒരു പ്രവാചകൻ വന്ന് എല്ലാം പറഞ്ഞ് അതുപോലെ വിഴുങ്ങണ്ട. അവിടെ ഒരു കാര്യം യേശു പറഞ്ഞിട്ടുണ്ട്, ഫലം കൊണ്ട് അറിയാം. അതുകൊണ്ട് ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം, വാട്ട് ഈസ് ദ ഫ്രൂട്ട് ഫൈനലി, അതിലൂടെ ഒടുവിലുണ്ടായ ഫലം എന്താണ്, അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇന്ന് ടെസ്റ്റിംഗ് ഇല്ലെങ്കിൽ, ഈ പറഞ്ഞ നമ്മൾ പരിശോധിക്കുന്നില്ലെങ്കിൽ, ഡിസെപ്ഷൻ ത്രൈവ്സ്, ഈ വഞ്ചന പെരുകിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. ഇവിടെ ദൈവത്തോട് നമുക്കൊരു ദൈവഭയമില്ലെങ്കിൽ മനുഷ്യർ നമ്മളെ നല്ലോണം എന്ത് ചെയ്യും? മുതലെടുക്കും. കാര്യം നമ്മൾ ദൈവത്തെ ഭയപ്പെടുന്നതിനെക്കാട്ടിലും മനുഷ്യരെ നമ്മൾ ഭയപ്പെടാൻ